നമസ്കാരം. പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ എല്ലാ മാസവും 8,500 രൂപ വീതം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ പോസ്റ്റ് ഓഫീസുകളിൽ സ്ത്രീകൾ കൂട്ടത്തോടെ അക്കൗണ്ട് തുറക്കാനെത്തുന്നു. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ബംഗളൂരുവിലെ വിവിധ പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് തുറക്കാനായി സ്ത്രീകൾ കൂട്ടത്തോടെ എത്തുന്നത്. ബംഗളൂരുവിലെ ചാമരാജ്പേട്ട് എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്ത്രീകളാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ അക്കൗണ്ട് തുറക്കാനായി എത്തുന്നത്. തപാൽ വകുപ്പ് 8,500 രൂപ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുമെന്ന് കരുതിയാണ് പലരും പുതിയ IBPB അക്കൗണ്ട് തുറക്കാനെത്തുന്നതെന്ന് ബംഗളൂരു ജനറൽ പോസ്റ്റ് ഓഫീസിലെ ചീഫ് പോസ്റ്റൽ മാസ്റ്റർ HM മഞ്ചേഷ് പറഞ്ഞു. എന്നാൽ ഇത് ആരോ പറഞ്ഞു പരത്തിയ വ്യാജ പ്രചരണമാണ്. തപാൽ വകുപ്പ് ഇത്തരത്തിലൊരു തുകയും നൽകുന്നില്ല. എന്നാൽ ഈ അക്കൗണ്ട് എല്ലാത്തരം ഓൺലൈൻ പണമിടപാടുകൾക്കായും സർക്കാരിൻ്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതിക്കായും ഉപയോഗിക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യങ്ങൾ അക്കൗണ്ട് തുറക്കാനെത്തുന്ന സ്ത്രീകളോട് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ പറയുന്നുണ്ട്. കൂടാതെ ഇത് വിശദീകരിക്കുന്ന പോസ്റ്ററുകൾ പോസ്റ്റ് ഓഫീസിന് മുകളിൽ പതിച്ചിട്ടുണ്ട്. ഇത് അറിഞ്ഞ ശേഷവും അക്കൗണ്ട് തുറക്കണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് അത് ചെയ്തു കൊടുക്കുമെന്നാണ് ജീവനക്കാർ പറയുന്നത്. വലിയ തിരക്കിനെ തുടർന്ന് പോസ്റ്റ് ഓഫീസിന് പുറത്ത് അക്കൗണ്ട് തുറക്കാനായി കൂടുതൽ കൗണ്ടറുകൾ തുറക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതേസമയം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ ഗൃഹനാഥയായ സ്ത്രീകൾക്ക് പ്രതിമാസം 8,500 രൂപ നേരിട്ട് അക്കൗണ്ടിൽ നൽകുന്ന മഹാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കുമെന്നാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം.